തംബ്നെയിലൊക്കെ കണ്ടതുപോലെ ഇന്നും ഒരു പർച്ചേസ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. എന്താണ് ഐറ്റം നമ്മൾ എടുത്തതെന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പെറ്റ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ ഹെലികോപ്റ്റർ ബഡ്ജീസ് ആണ് എടുക്കാൻ പോകുന്നത്. പെറ്റ്സിൻ്റെ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഐറ്റം എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. നമ്മൾ 2 പെയർ ഹെലികോപ്റ്റർ ബഡ്ജീസ് എടുത്തിട്ടുണ്ട്. നോർമൽ ബഡ്ജീസിനെ കമ്പയർ ചെയ്യുമ്പം ഇതിൽ ഫെദറിലുള്ള പാറ്റേൺസ് ആണ് ഇതിനുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിങ്സിൽ 2 ചിറക് പോലെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു വിങ്സ് പോലെ ഇതിനകത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇതിനെ ഹെലികോപ്റ്റർ ബഡ്ജീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തലയിലൊരു ക്രസ്റ്റ് കാണും. ചിലത് സിംഗിൾ ക്രസ്റ്റ് ആയിരിക്കും, ചിലത് ഡബിൾ ക്രസ്റ്റും വരാറുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസം. ബാക്കി സൈസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നോർമൽ ബഡ്ജീസിൻ്റെ അല്ലെങ്കിൽ നോർമൽ ലവ് ബേർഡിൻ്റെ ആ ഒരു സൈസ് തന്നെ ആയിരിക്കും. കളറുകൾ പല കളറുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഡബിൾ ഫാക്ടർ എന്നുള്ളൊരു കളർ എടുത്തിട്ടുണ്ട്. അത് യെല്ലോയും വൈറ്റും ആണ് ഡബിൾ ഫാക്ടർ, അല്ലെങ്കിൽ ഡബിൾ ഫാക്ടർ സ്പാങ്കിൾ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഒരെണ്ണം ഡയലൂട്ട് സ്പാങ്കിൾ, പിന്നെ ഒരെണ്ണം വയലറ്റ്. ഇതിൽ ശരിക്കും നോർമൽ ബഡ്ജീസ് പോലെ തന്നെ പല കളറുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റെഡ് ഐസ്, ഫാലോ, അങ്ങനെ നോർമൽ ബഡ്ജീസ് ഏതൊക്കെ കിട്ടുമോ അതിൻ്റെ എല്ലാം ഹെലികോപ്റ്റേഴ്സ് പല ഡെവലപ്പേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നതാണ്, ഞാൻ എല്ലാം കൊടുത്ത് ഒഴിവാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ ലവ് ബേർഡിനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ അതും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഐറ്റത്തിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കുള്ള കേജ് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 പേരിനെ ആദ്യം കുറച്ച് ദിവസം ഒരുമിച്ചൊന്നിട്ട് നമ്മളുമായിട്ടൊന്ന് ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രീഡിങ് എന്നുള്ളൊരു രണ്ടാമത്തെ കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോബിക്ക് വളർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത്. കാരണം ബ്രീഡിങ് പർപ്പസൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നല്ലപോലൊരു മഴക്കാലാവസ്ഥയാണ് എല്ലായിടത്തും. പലയിടത്തും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതുപോലെ മഴയാണ് പലയിടത്തും. അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. ഈ ബേഡ്സിനൊക്കെ മഴ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു കേജിലാണ് ഞാൻ തൽക്കാലം ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഫീഡ് ഇപ്പം തൽക്കാലം തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ സീഡ് മിക്സ്, പിന്നെ അതുപോലെ മറ്റ് ഐറ്റംസ് എല്ലാം കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നല്ല രീതിയിൽ വെജിറ്റബിൾസും എഗ് ഫുഡൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം 2 പേർ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ ലവ് ബേർഡിനെ ഞാൻ എടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 2 പേരാണ് എടുത്തിട്ടുള്ളത്. അപ്പം കൊണ്ടുവന്ന ബേഡ്സിനെ ഞാൻ കേജിനകത്തോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ തന്നെ ഇറങ്ങിക്കോളും. നമ്മളധികം പേടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാം ഏകദേശം 6 മാസം 8 മാസം പ്രായമുള്ള ബേഡ്സാണ്. എന്നുവെച്ചാൽ റെഡി ടു ബ്രീഡ് എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്ന ബേഡ്സാണ്. അപ്പോൾ 4 പേരും കേജിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കളർ മെയിൽ ഫീമെയിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിൽ വരുന്നത് ഒരെണ്ണം വയലറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം ഡയലൂട്ട് കളറുമാണ് മെയിൽ വരുന്നത്. മറ്റു 2ഉം ഫീമെയിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ അനുസരിച്ചൊക്കെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ബേഡ്സിൻ്റെയൊക്കെ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. മീനുകളുടെ വീഡിയോസും എല്ലാം റിലേറ്റഡ് ചെയ്ത് മിക്സ് ചെയ്തായിരിക്കും ഞാൻ ഇനി വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് ഞാൻ കുറച്ച് വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.